പതിറ്റാണ്ടുകളായി കേരളം കണ്ടിരുന്ന സ്വപ്നം ഇന്ന് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാവുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചത്. ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ വിഴിഞ്ഞം ഇനി രാജ്യത്തിൻ്റെ സമുദ്ര വാണിജ്യ മേഖലയുടെ പ്രവേശന കവാടമാകും. വൻതോതിൽ വിദേശ നാണ്യം നേടിത്തരുക മാത്രമല്ല, ആയിരക്കണക്കിന് പുത്തൻ തൊഴിലവസരവും വിഴിഞ്ഞം തുറമുഖം സൃഷ്ടിക്കും. ദൈവത്തിൻ്റെ സ്വന്തം നാടിന് പ്രകൃതിയുടെ വരദാനമാണ് വിഴിഞ്ഞം. അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്ന് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്ക് പോലും വന്നെത്താൻ കഴിയുന്ന സ്വാഭാവിക ആഴമുള്ള ശാന്തമായ കടൽ തീരമാണിത്. 8 മുതൽ 14 നൂറ്റാണ്ട് വരെയായി രാജവംശകാലത്ത് പ്രശസ്തമായ തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം. ചോളന്മാരുടെ ആക്രമണത്തിലാണ് ഇത് നശിച്ചുപോയത്. 1940കളിൽ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് വിഴിഞ്ഞത്ത് തുറമുഖ നിർമ്മാണത്തിനായി തിരുവിതാംകൂർ സർക്കാർ പഠനങ്ങൾ നടത്തിയിരുന്നു. ജനാധിപത്യ സർക്കാരുകൾ വന്ന ശേഷം 1990കളിലാണ് തുറമുഖ നിർമ്മാണം സജീവ ചർച്ചയിലെത്തുന്നത്. പല കടമ്പകൾ തട്ടി അതൊന്നും ഫലവത്തായില്ല. 2015ലാണ് തുറമുഖ മേഖലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ സംരംഭകരായ അദാനി ഗ്രൂപ്പുമായി PPP മാതൃകയിൽ തുറമുഖം നിർമ്മിക്കുന്നതിന് കരാർ ഒപ്പിടുന്നത്. പിന്നീട് അത് 2019 പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും പ്രളയം, ഓഖി ചുഴലിക്കാറ്റ്, കോവിഡ്, മത്സ്യത്തൊഴിലാളി സമരം എന്നിവ പ്രതിസന്ധി സൃഷ്ടിച്ചു. എന്നാൽ പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ശേഷം ഇപ്പോൾ വിഴിഞ്ഞം പ്രവർത്തന സജ്ജമായി. ട്രയൽ റൺ കാലത്ത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ എത്തിയ അപൂർവം തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം. 20,000-ലധികം TEU, ഒരു TEU 20 അടി വലിപ്പമുള്ള കണ്ടെയ്നറാണ്. അത് വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകൾക്ക് അനായാസം കടന്നുവന്ന് ബർത്ത് ചെയ്യാനുള്ള സ്വാഭാവിക ആഴം, ഏറ്റവും കുറവ് ടേൺ ഓവർ ടൈം എന്നിവ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് മേഖലയിൽ വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വമ്പൻ ചരക്ക് കപ്പലുകളായ ULCV, അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ്, പനാമാക്സ്, പോസ്റ്റ് പനാമാക്സ് എന്നിവയ്ക്ക് ഇവിടെ അനായാസം കടന്നുവരാനാകും. കൂടാതെ രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം എന്നതിനാൽ കണ്ടെയ്നർ നീക്കത്തിൽ സമയലാഭവും ഉണ്ടാകും. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSC ദക്ഷിണേന്ത്യയിലെ തന്നെ അവരുടെ പ്രധാന ഹബ്ബായി വിഴിഞ്ഞത്തെ കണ്ടു കഴിഞ്ഞു. ആഗോള ചരക്ക് നീക്കത്തിൻ്റെ 40% വിഴിഞ്ഞം തീരത്തിന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അടുത്തുള്ള അന്താരാഷ്ട്ര കപ്പൽച്ചാൽ വഴിയാണ് നടക്കുന്നത്. ആഫ്രിക്ക, യൂറോപ്പ്, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് വിഴിഞ്ഞത്തിന് സമീപത്തുകൂടിയാണ്. നിലവിൽ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് വ്യാപാരം. ഇനി ഇത് വിഴിഞ്ഞം വഴിയാകുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ലാഭമാണുണ്ടാവുക. രാജ്യത്തിൻ്റെ GDPയുടെ 14% ലോജിസ്റ്റിക് ചെലവ്. ഇത് പല വികസിത രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശരാശരി 5% കൂടുതലാണ്. വിഴിഞ്ഞം എത്തുന്നതോടെ ചരക്കു നീക്ക ചെലവ് വൻതോതിൽ കുറഞ്ഞ് ലോജിസ്റ്റിക് ചെലവ് GDPയുടെ 7% എത്തിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. കൊളംബോ, ഇസ്രായേൽ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ തുറമുഖ ശൃംഖലകളുള്ള അദാനി ഗ്രൂപ്പിൻ്റെ പ്രവർത്തന വൈദഗ്ധ്യവും വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. തുറമുഖം പ്രവർത്തന സജ്ജമായി ആദ്യ 4 മാസത്തിനുള്ളിൽ തന്നെ 42 കോടിയാണ് GST വരുമാനമായി മാത്രം സർക്കാരിന് ലഭിച്ചത്. ട്രാൻസ്ഷിപ്മെന്റിന് പുറമെ ആഭ്യന്തര ചരക്ക് കൂടി കൈകാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഇത് ഇരട്ടിയാകും. നിലവിൽ 7,700 കോടിയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. ആദ്യ 15 വർഷം 1 വർഷം 10 ലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്യാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ 1 വർഷം കൊണ്ട് തന്നെ ഇത് മറികടക്കുമെന്നാണ് നിലവിലെ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത്. 10,000 കോടി മുടക്കിയാണ് തുറമുഖത്തിൻ്റെ അടുത്ത ഘട്ടങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മറ്റൊരു 10,000 കോടി കൂടി ഇവിടേക്കെത്തും. വിഴിഞ്ഞത്തിലൂടെ തെക്കേ ഇന്ത്യയിൽ പുത്തൻ വ്യവസായ വിപ്ലവത്തിനാകും തുടക്കമിടുക.
വിഴിഞ്ഞം വഴി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് അന്താരാഷ്ട്ര വിപണിയിലെത്താനാകും. നിലവിൽ 2000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച തുറമുഖം 2028-ൽ 3 ഘട്ടവും പൂർത്തിയാകുമ്പോൾ 5500 പേർക്ക് തൊഴിൽ ലഭ്യമാക്കും. ഔട്ടർ റിംഗ് റോഡ്, ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്നിവയും റെയിൽ, റോഡ് പദ്ധതികളും പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ ന്യൂക്ലിയസായി മാറും. സമുദ്ര വ്യാപാര മേഖലയിലെ പ്രാഗൽഭ്യമുള്ള പല മലയാളി സംരംഭകരും ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വരും കാലത്ത് അവരൊക്കെ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ തേടി ഇവിടെ എത്തുമെന്നതിൽ സംശയമില്ല. സംസ്ഥാനത്ത് മാറി മാറി വന്ന സർക്കാരുകൾ വിഴിഞ്ഞത്തിനായി ഏറ്റെടുത്ത പ്രയത്നം ചെറുതല്ല. നാളെ മലയാളിക്ക് ലോകത്തിൻ്റെ മുൻപിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കുന്ന വിഴിഞ്ഞത്തെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഹാർദമായി വരവേൽക്കാം.